സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കടൽക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2-3 ഡിഗ്രി കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. കുട്ടനാടിനെയും ചൂട് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജലനിരപ്പ് താഴ്ന്നതോടെ പ്രാഥമിക ആവശ്യത്തിന് പോലും ജലം ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. നാട്ടുതോടുകൾ പലതും വറ്റി വരണ്ടു. ചമ്പക്കുളം, ചെമ്പകശ്ശേരി തോട്ടിൽ പോലും പലയിടത്തും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. പയർ, പടവലം, പാവൽ തുടങ്ങി കരകൃഷിയെയും ചൂട് സാരമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഇടയ്ക്കൊക്കെ ലഭിക്കുന്ന വേനൽ മഴ അല്പം ആശ്വാസമാകുന്നുണ്ടെങ്കിലും കൊയ്ത്തു നടക്കുന്ന പാടശേഖരങ്ങളിൽ ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ വേനൽ മഴയിലും കാറ്റിലും നെൽച്ചെടികൾ നിലംപൊത്തിയിരുന്നു. ചൂടിനൊപ്പം സംസ്ഥാനത്ത് കടൽക്ഷോഭവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം കടലാക്രമണത്തിന് കാരണമായ കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് ഞായറാഴ്ച കടൽ 25 മീറ്ററോളം ഉൾവലിഞ്ഞ് തീരത്ത് ചെളി നിറഞ്ഞിരുന്നു. ഇവിടെയും ആലപ്പുഴ വെസ്റ്റ് വില്ലേജ്, അമ്പലപ്പുഴ വടക്ക് വില്ലേജിലെ വളഞ്ഞവഴി പ്രദേശങ്ങളിലും കടൽ കയറുന്ന സ്ഥിതിയും ഉണ്ടായി. അമ്പലപ്പുഴ നോർത്ത് വില്ലേജിൽ കടൽ കയറ്റത്തിൽ 11 വീടുകളിലും, പള്ളിത്തോട് വില്ലേജിൽ 15 വീടുകളിലും വെള്ളം കയറി. തീരദേശ മേഖലകളിൽ കടൽ കയറ്റമുണ്ടായ സാഹചര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളഞ്ഞവഴിയിൽ ഞായറാഴ്ചയുണ്ടായ ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് 10ഓളം വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. പുലിമുട്ടില്ലാത്തതാണ് ഈ പ്രദേശത്ത് കടലാക്രമണം ശക്തമാകാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ പറയും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വളഞ്ഞവഴി, പുറക്കാട് പ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമായത്. രാവിലെ പുറക്കാട് തീരം ഉൾവലിഞ്ഞ് ചെളിയടിഞ്ഞതിന് പിന്നാലെയാണ് മണിക്കൂറുകൾക്കകം വളഞ്ഞവഴി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കടൽ കയറിയത്. ഇതിനെ തുടർന്ന് 10ഓളം വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. നിലവിൽ തീരം സംരക്ഷിക്കാനായി കോടികൾ ചെലവഴിച്ചു സ്ഥാപിച്ച ടെട്രാപോഡുകൾക്ക് മുകളിലൂടെ ആഞ്ഞടിക്കുകയാണ് തിരമാല. പുലിമുട്ടില്ലാത്തതാണ് ഈ പ്രദേശത്ത് കടലാക്രമണം ശക്തമാകാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ കടലിൽ കയറി വീടെല്ലാം ഉടനെ പോകാൻ നിൽക്കുകയാണ്. MLA പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ കല്ല് പുലിമുട്ടിട്ടാവുന്നതാണ്. ഇതുവരെ ആരും വന്ന് നോക്കാത്ത ഒരു കണ്ടീഷനാണ് ഇവിടെ. ഇങ്ങനെ ഇപ്പോഴും കടൽ ഷോ ഇങ്ങനെ ആയപ്പോൾ ജൂൺ, ജൂലൈ മാസങ്ങളാകുമ്പോൾ ഇവിടെ ഒരു വീടും കാണത്തില്ല, എല്ലാം പോകുന്നു. അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാകണം. ഞങ്ങൾ ഈ തീരദേശത്ത് കിടക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് അല്ല പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവരും ഒന്നേപോലെ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് സുരക്ഷ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു തരണം. ഞങ്ങൾക്ക് ഇനി പോകാനിട. കാരണം 1 സെന്റ് ഭൂമി വാങ്ങിക്കണമെങ്കിൽ 3-4 ലക്ഷം രൂപ 1 സെന്റിന് ചോദിക്കുന്നത്. ഈ 10 ലക്ഷം എന്ന് പറയുന്നത്, ഈ 10 ലക്ഷം രൂപയ്ക്ക് 3 സെന്റ് സ്ഥലം പോലും കിട്ടത്തില്ല. പിന്നെ ഒരു കിടക്കാടം ഉണ്ടാക്കണം. ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഉള്ള കിടക്കാടം പോകാതെ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. എല്ലാ പ്രാവശ്യവും കടലിൽ കയറുമ്പോൾ ആളുകൾ വരുമ്പോൾ ഞങ്ങളത് പറയുന്നുണ്ട്. ഇതിനൊരു പ്രതിവിധി ഇതുവരെയും കണ്ടിട്ടില്ല. ഈ തെക്കൻ നാട്ടിൽ, അത് അമ്പലപ്പുഴ മുതൽ വടക്ക് തെക്കോട്ട് എല്ലാ മേഖലകളിലും എല്ലാം സുരക്ഷിതമായിട്ട് കിടക്കും. അപ്പോൾ കല്ലില്ല, അതില്ല. ഞങ്ങൾ ഇപ്പോഴും പോയി കാണുമ്പോഴും അവിടെയൊക്കെ എന്ത് നല്ല രീതിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ കിടക്കുന്ന ഒരു തീരസ്ഥ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ഇത്രയും ഭാഗമുള്ളിങ്ങനെ ഇതിന് ഒരു അടച്ച കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഇതിങ്ങ് പോകേണ്ടത് പോകും. ഇങ്ങനെ കടൽക്കയറ്റം വന്നപ്പോൾ എൻ്റെ കൈ വരെ ഒടിഞ്ഞിട്ടുള്ള കടലടിച്ച് വീണ്. അപ്പം ഇനി അതുപോലെ വരാതെ ഞങ്ങളുടെ രക്ഷിക്കണം. ആരായാലും ഞങ്ങൾ രാഷ്ട്രീയമല്ല പറഞ്ഞു, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. തീരം ബലപ്പെടുത്താനായി സ്ഥാപിച്ച ടെട്രാപോഡുകളെല്ലാം കടലെടുത്തു കഴിഞ്ഞു. പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി, MLA എന്നിവർക്ക് പലതവണ പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്നാണ് തീരവാസികൾ പറയുന്നത്. ഇനി കാലവർഷം ശക്തമാകുമ്പോൾ തീരത്തോട് ചേർന്നുള്ള വീടുകളെല്ലാം കടലെടുക്കുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. നീലംപെരൂർ കൃഷിഭവൻ പരിധിയിലെ കോഴിച്ചാൽ തെക്ക് പാടശേഖരത്തിൽ കൊയ്ത്ത് പുരോഗമിക്കുന്നതിനിടെ സംഭരണത്തിനെത്തിയ മില്ലുകാർ കിഴിവ് ആവശ്യപ്പെടുന്നതായി പരാതി. ഉണങ്ങി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന നെല്ലിന് 1 കിലോ കിഴിവ് ആവശ്യപ്പെടുന്നതായാണ് പരാതി ഉയരുന്നത്. 400 ഏക്കറോളമുള്ള കോഴിച്ചാൽ തെക്ക് പാടശേഖരത്തിന്റെ പകുതിയോളം കൊയ്തു കഴിഞ്ഞു. 2 മില്ലുകാരാണ് ഇവിടെ നെല്ലെടുക്കാൻ എത്തിയത്. ഇവർ കിഴിവ് ആവശ്യപ്പെടുന്നുവെന്നാണ് കർഷകരുടെ പരാതി. ഗുണനിലവാരമുള്ള നെല്ലായതിനാൽ കിഴിവ് നൽകാനാവില്ലെന്ന് കർഷകർ പറയുന്നു. വെള്ളിയാഴ്ച ഞങ്ങളുടെ കൊയ്ത്ത് തുടങ്ങിയതാണ്. മില്ല് അലോട്ട് ചെയ്തിട്ടുണ്ട്.
അവർ വന്ന് നോക്കാതെ പോലും 1 കിലോ കിഴിവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ന്യായവുമില്ലാത്ത കാര്യം. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പൊലി കാണാവുന്നതാണ്. ഈ കിടക്കുന്ന നെല്ലിന് 1 കിലോ കിഴിവ് യാതൊരു ന്യായവുമില്ലാതെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് അധികാരികൾ ഇടപെട്ട് കർഷകർക്ക് ലാഭമുണ്ട്, കർഷകർക്ക് നഷ്ടമുണ്ടാകാത്ത രീതിയിൽ നെല്ല് സംഭരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അപേക്ഷ. 210 കർഷകരാണ് കോഴിച്ചാൽ തെക്ക് പാടശേഖരത്തിലുള്ളത്. ഗുണനിലവാരമുള്ള ഉണങ്ങിയ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് അനീതിയാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ട് അടിയന്തരമായി നെല്ല് സംഭരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കളും ആവശ്യപ്പെട്ടു. SUCI കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ ബി വേണുഗോപാലിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങിലും വിലാപയാത്രയിലും പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. लाल सलाम लाल सलाम लाल सलाम लाल सलाम वेणुगोपाल लाल सलाम 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 वेणुगोपाल लाल सलाम 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 वेणुगोपाल लाल सलाम 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 वेणुगोपाल. സംസ്കാരം അമ്പലപ്പുഴ പാർട്ടി സെന്ററിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന SUCI കമ്മ്യൂണിസ്റ്റിന്റെ 100 കണക്കിന് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ബന്ധുമിത്രാദികളും ജനകീയ സമര പ്രവർത്തകരും ചേർന്ന് അന്തരിച്ച പ്രിയ നേതാവ് ഡോക്ടർ വേണുഗോപാലിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചു. രാവിലെ 7:30 ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ വിലാപയാത്രയാണ് പാർട്ടി സെന്ററിൽ മൃതദേഹം എത്തിച്ചത്. വിലാപയാത്രയിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും വടകര MLA KK രമയും പങ്കെടുത്തു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെ പാർട്ടി സെന്ററിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഇവിടെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. SUCI സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ K രാധാകൃഷ്ണ, അമിതാഭ ചാറ്റർജി, കേന്ദ്ര കമ്മിറ്റി അംഗം K ശ്രീധർ, തമിഴ്നാട് സെക്രട്ടറി രംഗസ്വാമി, മുൻ മന്ത്രി G സുധാകരൻ, MLAമാരായ H സലാം, KK രമ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TJ ആഞ്ചലോസ്, ഡോക്ടർ KS മനോജ്, ഷാനിമോൾ ഉസ്മാൻ, പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ, SUCI ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി R അർജുനൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയവരിൽ ഉൾപ്പെടുന്നു. യുവ കമ്മ്യൂണിസ്റ്റ് ദളമായ കോംസമോൾ അംഗങ്ങൾ പ്രിയ നേതാവിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷമാണ് സംസ്കാരത്തിന്റെ അന്തിമ ചടങ്ങുകൾ നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് കളക്ടർ അലക്സ് വർഗീസ് പുറപ്പെടുവിച്ചു. ജീവനക്കാർക്ക് 3, 4 തീയതികളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകും. ഓർഡർ സോഫ്റ്റ്വെയറിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവ് സ്ഥാപന മേധാവികൾ പരിശോധിച്ച് ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. സോഫ്റ്റ്വെയറിൽ നിന്ന് ഉത്തരവുകൾ ഡൗൺലോഡ് ചെയ്ത് ഉദ്യോഗസ്ഥർക്ക് നൽകിയതിന്റെ കൈപ്പറ്റി രസീത് സഹിതം അക്നോളജ്മെന്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്ക് നൽകണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഏപ്രിൽ 3, 4 തീയതികളിൽ നടക്കും. പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിക്കും. ജില്ലയിലെ 9 കേന്ദ്രങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള എല്ലാ ജീവനക്കാരും പരിശീലനത്തിന് ഹാജരാകണമെന്ന് കളക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പോളിംഗ് ജോലിക്ക് 9396 ജീവനക്കാരെ നിയോഗിച്ചതായി കളക്ടർ V വിഘ്നേശ്വരി അറിയിച്ചു. ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. ആദ്യഘട്ട റാൻഡമൈസേഷനിലൂടെ 9396 ജീവനക്കാരെയാണ് ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിലായി പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത്. 2349 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും 4698 പോളിംഗ് ഓഫീസർമാരെയുമാണ് നിയോഗിച്ചിരിക്കുന്നത്. ഓർഡർ സോഫ്റ്റ്വെയറിലൂടെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് പോളിംഗ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. കളക്ടറേറ്റിൽ നടന്ന ആദ്യഘട്ട റാൻഡമൈസേഷനിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ അജി ജേക്കബ് കുര്യൻ, അഡീഷണൽ ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ റോയ് ജോസഫ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മീന P ആനന്ദ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ TS ജയശ്രീ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A അരുൺകുമാർ, പരിശീലനത്തിന്റെ നോഡൽ ഓഫീസർ നിജു കുര്യൻ എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഏപ്രിൽ 3, 4, 5 തീയതികളിലായി നടക്കും.
ആദ്യഘട്ടത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമുള്ള പരിശീലനമാണ് നടക്കുക. രാവിലെ 10 മണിക്കും ഉച്ചകഴിഞ്ഞ് 2 മണിക്കുമായി 2 ബാച്ചുകളിലായാണ് പരിശീലനം. പോളിംഗ് ഓഫീസർമാർക്കുള്ള പരിശീലനം 2ാം ഘട്ടത്തിൽ നടക്കും. കുതിച്ചുയർന്ന സ്വർണ്ണവില. 1 ഗ്രാം സ്വർണത്തിന് 6360, 6350 എന്നീ നിരക്കുകളിലാണ് സംസ്ഥാനത്ത് സ്വർണ്ണ വ്യാപാരം. സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡ് കുറിച്ചു. ഗ്രാമിന് 85 രൂപയും പവന് 680 രൂപയുമാണ് ഒറ്റയടിക്ക് കൂടിയത്. ശനിയാഴ്ച 1 ഗ്രാം സ്വർണത്തിന് 6275 രൂപയും പവന് 50200 രൂപയുമായിരുന്നു വില. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ ചരിത്രത്തിലെ ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവില എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 1 ഗ്രാമിന് 6360 രൂപയും പവന് 50880 രൂപയുമാണ് സ്വർണ്ണവില. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പവൻ ആദ്യമായി 50000 രൂപ കടന്നത്. മധ്യേഷ്യയിലെ സംഘർഷവും US കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയുമാണ് സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം തിങ്കളാഴ്ച 1 ഗ്രാം സ്വർണത്തിന് 6350 രൂപയും പവന് 50800 രൂപയുമാണ് വില. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ് ഈസ്റ്റർ ആഘോഷിക്കാനെത്തിയത് പുന്നപ്ര ശാന്തി ഭവനിൽ. വർഷങ്ങളായി ഈസ്റ്റർ ആഘോഷം ശാന്തി ഭവനിൽ അന്തേവാസികൾക്കൊപ്പമാണെന്ന് ആരിഫ് പറഞ്ഞു. ശാന്തി ഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ AM ആരിഫിനെ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പായതുകൊണ്ടല്ല AM ആരിഫ് ഈ സ്ഥാപനത്തിൽ സ്ഥിരമായി എത്തുന്ന ആളാണെന്ന് ബ്രദർ പറഞ്ഞു. എല്ലാ വർഷവും അതുപോലെ ഈ ഇലക്ഷന്റെ സമയത്തല്ല അതിന് മുമ്പും നല്ല മനുഷ്യരുടെ കൂടെ ഇടപെടി സഹായിക്കുന്നു. അതുകൂടാതെ ഇന്നത്തെ വക സാറിന്റെ ഭക്ഷണമാണ്. അത് കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്തിരുന്നു. പെരുന്നാളിന് ഞാൻ തരാമെന്നല്ല, ഇലക്ഷൻ കൊണ്ടല്ല. അപ്പൊ അത് നല്ല മനസ്സ്. കാരണം ഇതിലൂടെ പോകുമ്പോഴും വിശക്കുമ്പോൾ ഓടി പോകുന്ന ഇതിലൂടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇവിടെ പലവരും ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആരെയും ഞാൻ ഇതുവരെ ഒരു നേതാക്കന്മാരെ കണ്ടിട്ടില്ല. ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവരുടെ നിന്ന് എടുത്ത് കഴിക്കുന്ന അത് എന്റെ ഞങ്ങളുടെ വിശ്വസിച്ചുണ്ട്. അപ്പൊ നല്ല മനുഷ്യരായ ആരിഫ് സാറിവിടെ വന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. തിരക്കിലേക്ക് കൊണ്ടുവന്നത്. ശാന്തി ഭവനിൽ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും അവരോടൊപ്പം ഈസ്റ്റർ ദിനത്തിൽ ഭക്ഷണം കഴിക്കാനും ആരിഫ് സമയം കണ്ടെത്തി. ഹരിപ്പാട് ചിങ്ങോലി പരമഹംസ ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര മിഷന്റെ നേതൃത്വത്തിൽ ഗുരുജയന്തി ആഘോഷവും ഭാഗവത സപ്താഹവും സംഘടിപ്പിക്കും. ഗുരുജയന്തിയോടനുബന്ധിച്ച് ഈ മാസം 6-ന് ആരോഗ്യ സെമിനാർ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചിങ്ങോലി പരമഹംസ ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര മിഷൻ ഏകദേശം 50 വർഷക്കാലമായിട്ട് കേരളത്തിൽ മതേതര സ്വഭാവം നിലനിർത്തി കേരളത്തിൻ്റെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ മിഷണറിയാണ്. ഒരു അവധൂതനാണ് ഇതിൻ്റെ അധിപൻ തന്നെ. മതാതീത ആത്മീയതയുടെ പ്രവാചകനാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടും ആത്മീയമായിട്ടും മറ്റു രീതിയിലുള്ള ഒരുപാട് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള മഹർഷിയുടെ ജന്മജയന്തി ആശ്രമം കൊണ്ടാടുന്നതിനോടനുബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കാനായിട്ടാണ് ആശ്രമത്തിൻ്റെ മഠാധിപതിയായ അമ്മയും ഞാൻ. എൻ്റെ പേര് പ്രവീൺ ശർമ്മ, ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ മാസം 7 വരെയാണ് ഭാഗവത സപ്താഹം നടക്കുക. ഗുരുജയന്തിയോടനുബന്ധിച്ച് 6-ാം തീയതി ആരോഗ്യ സെമിനാർ നടക്കും. വൈദിക ഹോമത്തിനു ശേഷം രാവിലെ 9-ന് ആരംഭിക്കുന്ന സെമിനാർ ഡോക്ടർ രഘുനാഥ് പണിക്കർ ഉദ്ഘാടനം ചെയ്യും. മാധ്യമപ്രവർത്തകൻ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയാകും. തുടർന്ന് കുത്തിയോട്ട ആചാര്യൻ വിജയരാഘവ കുറുപ്പ്, ഡോക്ടർ ഉണ്ണി ഗോപാലകൃഷ്ണൻ, ഡോക്ടർ പ്രമീള ദേവി എന്നിവരെ ആദരിക്കും. സൗജന്യ വൈദ്യ പരിശോധന, ചികിത്സാ സഹായം, ഔഷധ വിതരണം എന്നിവയും നടക്കും. പരാതി അന്വേഷിക്കാനെത്തിയ സിവിൽ പോലീസ് ഓഫീസർക്ക് 5-അംഗ സംഘത്തിന്റെ മർദ്ദനം. പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ KM അനിൽകുമാറിനാണ് പരിക്കേറ്റത്. അക്രമി സംഘത്തെ പോലീസ് പിടികൂടി. തിരുവല്ല കടപ്ര പനച്ചമൂട്ടിൽ സ്ത്രീയെ ശല്യം ചെയ്യുന്നുവെന്ന പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ 5-അംഗ സംഘം നടത്തിയ ആക്രമണത്തിലാണ് സിവിൽ പോലീസ് ഓഫീസർക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ അക്രമി സംഘം പുളിക്കീഴ് പോലീസിന്റെ പിടിയിലായി. പനച്ചമൂട്ടിൽ അരുണാപുരം സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനെത്തിയ പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ KM അനിൽകുമാറിനാണ് പരിക്കേറ്റത്. പനച്ചമൂട്ടിൽ അരുണാപുരം അരയത്ത് പറമ്പിൽ ശ്രീനാഥ്, കോഴിക്കോട് തോമ്പരമന്നം അറക്കടയിൽ വീട്ടിൽ പ്രിൻസ്, വളഞ്ഞവട്ടം നാമത്തറ വീട്ടിൽ അലക്സ്, നിരണം ഐക്കാട്ടുപറമ്പിൽ റോബിൻ, നിരണം മഠത്തിൽ വടക്കേതിൽ പ്രശാന്ത് എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. പിടിയിലായ ശ്രീനാഥ് നിരന്തരമായി ഉപദ്രവിക്കുന്നതായും അസഭ്യം പറയുന്നതായും കാട്ടി
അരുണാപുരം സ്വദേശിനി നൽകിയ പരാതി അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെ ലഹരിക്കടിമകളായ 5 അംഗ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. തുടർന്ന് കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പിടിയിലായ ശ്രീനാഥ്, അലക്സ് എന്നിവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് CI S സജികുമാർ പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. എടത്വ തായങ്കരി കരയിടത്ത് കാവ് ശ്രീ നാഗരാജ സന്നിധിയിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമായി. യജ്ഞശാലയിൽ പ്രഭാത പൂജയോടെ സമാപന ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ 6-ന് വിഷ്ണു സഹസ്രനാമ ജപം, ഗ്രന്ഥ നമസ്കാരം എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഭാഗവത പാരായണം ആരംഭിച്ചു. 9:30-ന് സ്വർഗാരോഹണവും തുടർന്ന് തുളസിപ്പറ സമർപ്പണവും 11:30-ന് മധ്യാഹ്ന സമർപ്പണവും നടന്നു. യജ്ഞാചാര്യൻ വള്ളംകുളം അനിൽ നാരായണൻ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. ഉച്ചകഴിഞ്ഞ് 3-ന് അവഭൃത സ്നാന ഘോഷയാത്ര ആരംഭിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. തുടർന്ന് അവഭൃത സ്നാനവും നടന്നു. കലശാഭിഷേകം, ഫലശ്രുതി, മഹാദക്ഷിണ, മൂലസ്ഥാനത്തേക്ക് ദീപസമർപ്പണം എന്നീ ചടങ്ങുകളോടെയാണ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചത്. കരയിടത്തുകാവ് നാഗരാജ ട്രസ്റ്റ് രക്ഷാധികാരി D ഹരിപ്രസാദ്, പ്രസിഡന്റ് ബിനുകുമാർ, സെക്രട്ടറി പ്രശാന്ത് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.